ഹായ് ഹലോ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈസ്റ്റർ എഗ്ഗ് ക്രാഫ്റ്റ് ആവട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്രാഫ്റ്റാണ് നമ്മളിന്ന് കാണിക്കുന്നത്. നമ്മുടെ കയ്യിലിരിക്കുന്ന എഗ്ഗ് തെർമോക്കോളിൻ്റെ എഗ്ഗ് ആട്ടോ, അല്ലാതെ നമ്മുടെ നോർമലായിട്ടുള്ള എഗ്ഗ് വെച്ചും ചെയ്യാം. പക്ഷെ അത് ചെയ്യുമ്പം അത് ബോയിൽ ചെയ്തിട്ട് വേണം ചെയ്യാൻ എഗ്ഗ്. അല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ക്രാക്കായി മൊത്തം ചീത്തയാവാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം ബോയിൽ ചെയ്തിട്ട് കളർ ചെയ്യാം. അങ്ങനെ വൈറ്റ് എഗ്ഗോ മറ്റേ ഓറഞ്ച് കളറിൽ ഇരിക്കുന്ന എഗ്ഗോ ഏത് കളറാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അത് സിമ്പിളായിട്ട് നമുക്ക് അറിയാവുന്ന രീതിയിൽ ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കുകയോ, പിക്ചേഴ്സ് ചെറിയ ചെറിയ പിക്ചേഴ്സ് വരയ്ക്കുകയോ, സ്മൈലിനെ വരയ്ക്കാം. അങ്ങനെ നമുക്കറിയാവുന്ന രീതിയിലുള്ള പിക്ചേഴ്സ് അതിൽ വരച്ച് അത് വളരെ നമുക്ക് ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കതിൽ യൂസ് ചെയ്യാവുന്ന ഒരു സാധനം ചാർട്ട് പേപ്പേഴ്സാണ്. പല കളറുള്ള ചാർട്ട് പേപ്പേഴ്സ് വെച്ചിട്ട് നമുക്കതിൽ ഒട്ടിച്ച് എന്തെങ്കിലുമൊക്കെ അതിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം. ചാർട്ട് പേപ്പർ കട്ട് ചെയ്ത് അത് വെച്ച് എന്തെങ്കിലും ഡിസൈൻസ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ പിന്നെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഫോം പേപ്പർ എന്ന് പറയുന്ന സാധനമുണ്ട്. അതും ഇതുപോലെ തന്നെ നമുക്ക് പല കളേഴ്സിൽ കിട്ടും. അത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. ഫോം പേപ്പേഴ്സാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളറിലെ എഗ്ഗാണെങ്കിൽ മാത്രമേ അതിൽ നമ്മൾ പെയിൻറ്റ് ചെയ്തത് നന്നായിട്ട് കാണാൻ പറ്റുള്ളൂ. ഓറഞ്ച് കളർ എഗ്ഗ് ഉപയോഗിക്കണമെങ്കിൽ അതിൽ നമ്മൾ അക്കറിയിട്ട് പെയിൻറ്റ് തന്നെ ഉപയോഗിക്കണം. സ്കെച്ച് ഒക്കെ ഉപയോഗിച്ചാൽ അതിൻ്റെ കളർ കറക്റ്റ് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ വൈറ്റ് എഗ്ഗാണ് കൂടുതൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ ചെയ്തേക്കുന്ന ഒരെണ്ണം ബേബി ഷാർക്കിനെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരെണ്ണം സ്പൈഡർമാനെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരെണ്ണം ഒരു കാറിൻ്റെ മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്തേക്കുന്ന ഒരു റോക്കറ്റിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു റാബിറ്റിനെ ഉണ്ടാക്കിയിട്ടുണ്ട്, ബണ്ണീനെ. പിന്നെ ഒരു യൂണിക്കോണിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ 6 എണ്ണമാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ഉണ്ടാക്കാൻ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ എല്ലാവർക്കും സന്തോഷപൂർണ്ണമായ ഒരു ഈസ്റ്റർ ദിനം ആശംസിക്കുന്നു. നന്ദി.